ഹായ് ഓൾ, UK ടെക്നോമാർട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പം UK താമസിക്കുന്ന ഏതെങ്കിലും BRPയിൽ നിൽക്കുന്ന എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ BRP എക്സ്പയർ ആയി. അപ്പം നമ്മൾ വിസയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. എല്ലാവരും വിസ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് നമ്മുടെ പാസ്പോർട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമിഗ്രേഷനിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഇനി ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് പാസ്പോർട്ട് നമ്മുടെ വിസയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ലിങ്ക്. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പം UKVI അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റും നമ്മളുടെ ഏതോ ഫോൺ നമ്പറാണോ ഇമെയിൽ ഐ ഡി ആണോ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു സെക്യൂരിറ്റി കോഡും വേണം. അപ്പം നമുക്ക് ഈ സൈൻ ഇൻ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവും. നമ്മൾ നെക്സ്റ്റ് പേജിലെത്തി. ഇവിടെ നമുക്ക് ഏത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആണോ നമ്മൾ വിസ ക്രിയേറ്റ് ചെയ്തത് ആ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യണം. എല്ലാവരും BRP തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും യൂസ് ചെയ്തത്. അപ്പം BRP ബയോമെട്രിക് റെസിഡൻസ് കാർഡ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അങ്ങനെ ബയോമെട്രിക് റെസിഡൻസ് കാർഡിൻ്റെ നമ്പർ ആഡ് ചെയ്യാനുള്ള സെക്ഷൻ എത്തി. അപ്പോൾ നമ്മൾ ആ റൈറ്റ് ടോപ്പിൽ കാണുന്നത് പോലെ നമ്മുടെ BRPയിലുള്ള നമ്പർ ആ ഒരു തന്നേക്കുന്ന ആ ഒരു സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്ന സെക്ഷനിലെത്തും. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഡേ മന്ത് ഇയർ ആ തന്നേക്കുന്ന ആ ഒരു സെക്ഷനിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് താഴെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പേജിൽ വന്നു. നെക്സ്റ്റ് പേജിൽ ഏത് ഓപ്ഷനാണോ നമുക്ക് സെക്യൂരിറ്റി കോഡ് വരേണ്ടത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ Gmail ID കൊടുക്കാം. ഞാനിപ്പം എൻ്റെ Gmailആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ SMS വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പം നമ്മൾ ഈ ഒരു പേജിൽ വരും. ഈ പേജിൽ നമ്മൾ നമ്മുടെ ഇമെയിലിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കിട്ടിയ സെക്യൂരിറ്റി കോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മുടെ UKVI അക്കൗണ്ടിലെത്തി. ഇതാണ് നമ്മുടെ അക്കൗണ്ട്. മെയിലിൽ നമ്മുടെ നെയിം കാണും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണും, പിന്നെ നമ്മുടെ ഫോട്ടോ ഈ ഫോട്ടോ എന്ന് പറഞ്ഞ സെക്ഷനിൽ കാണും. അതിന് താഴെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാനുള്ള സെക്ഷൻ. ഞാൻ ഓൾറെഡി പാസ്പോർട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ താഴെ പാസ്പോർട്ട് എന്ന് കാണുന്നത്. നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്കത് കാണത്തില്ല. ആ ആഡ് എ ന്യൂ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമ്മുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, നമുക്ക് പാസ്പോർട്ട് ന്യൂലി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷനായ നോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഈ നമ്മൾ നമ്മുടെ ഡോക്യുമെൻ്റ് ആഡ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സാണ് ഈ സെക്ഷനിൽ കാണിക്കുന്നത്. നമ്മുടെ ഫോട്ടോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം, ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണം, അതൊക്കെയാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. താഴത്തെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് പേജിൽ പോകും. നെക്സ്റ്റ് പേജിൽ ഏത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആണോ നമ്മൾ ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പാസ്പോർട്ട് ആയതുകൊണ്ട് തേർഡ് ഓപ്ഷനാണ് പാസ്പോർട്ട്. നമ്മൾ പാസ്പോർട്ട് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് നമുക്ക് പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എഗെയിൻ അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. എങ്ങനെയായിരിക്കും നമ്മുടെ പാസ്പോർട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം. MRZ എന്ന് പറഞ്ഞാൽ മെഷീൻ റീഡബിൾ ആയിരിക്കണം. നമ്മുടെ ആ പാസ്പോർട്ടിൻ്റെ ആ താഴെ 2 ലൈൻ ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഗ്ലെയർ ഒന്നും പാടില്ല, ഫോക്കസിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാനുള്ള പേജിലെത്തി. ആ പേജിൽ അവർ കുറച്ച് ഒന്നുകൂടെ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. നമ്മളുടെ ഈ പാസ്പോർട്ട് ഒരിക്കലും PDF ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. JPG അല്ലെങ്കിൽ JPEG ഫയൽസ് ആയിട്ട് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവൂ. അപ്പോൾ ഒരു ഫോട്ടോയാണ് നമുക്ക് വേണ്ടത്. അപ്ലോഡ് ഓർ ടേക്ക് എ ഫോട്ടോ എന്ന് പറയുന്നതിൻ്റെ താഴെയുള്ള ചൂസ് ഫയൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ലാപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഉള്ള ഫയൽ ഫോൾഡർ കാണിക്കും. അവിടെ എവിടെയാണോ നിങ്ങളുടെ
പാസ്പോർട്ട് ഉള്ളത്. ആ പാസ്പോർട്ടിനെ ചൂസ് ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വാട്സാപ്പ് ഇമേജ് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ ചൂസ് ഫയലിനടുത്ത് നമ്മളുടെ ആ ഒരു ഫയൽ നെയിമും അവിടെ കാണിക്കുന്നതായിട്ട് കാണാം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. ചൂസ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ പാസ്പോർട്ട് ഈ വിസയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്താലും എറർ പേജേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഒരു 2 to 3 days എടുക്കും ഇത് പ്രോസസ്സ് ആവാൻ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസുമായിട്ട് ഒരു കംപ്ലീറ്റഡ് പേജ് വരും. അപ്പം ഇത്രയുമാണ് നമ്മുടെ പാസ്പോർട്ട് ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഇമിഗ്രേഷനിൽ പ്രോബ്ലംസ് വരും. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. ടിൽ ദെൻ, ബൈ.